മഹാരാഷ്ട്രയിലെ ഒരു ഹോസ്പിറ്റലിൽ പനിയും കഫക്കെട്ടുമായി ജനുവരി 3-ന് പ്രവേശിപ്പിച്ച കുട്ടികളുടെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ HMPV വൈറസ് ആണെന്ന് കണ്ടെത്തി. 7 വയസ്സും 14 വയസ്സുമുള്ള കുട്ടികൾക്കാണ് സ്ഥിരീകരിച്ചത്. അങ്ങനെ ആകെ ഇന്ത്യയിൽ HMPV വൈറസ് ബാധിതരുടെ എണ്ണം 7 കടന്നു. പനി, കഫക്കെട്ട്, മൂക്കൊലിപ്പ്, തൊണ്ടവേദനയുമായി ബുദ്ധിമുട്ടുന്നവരിലാണ് പരിശോധന നടത്തുന്നത്. അഹമ്മദാബാദിലും ബാംഗ്ലൂരിലും ആണ് മറ്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ HMPV ബാധിച്ചവരിൽ ശ്വാസകോശ സംബന്ധമായി തീവ്ര പ്രയാസങ്ങൾ ഉണ്ടാകുന്നില്ല. കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് എല്ലാവരിലും പനി, കഫക്കെട്ട് മുതലായ പ്രയാസങ്ങൾ സാധാരണ ഉണ്ടാകാറുള്ളതാണ്. ഈ പ്രയാസങ്ങൾ വരുന്ന ഉടനെ HMPVയുടെ ലക്ഷണങ്ങളാണെന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമില്ല. കോവിഡ് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് മുതൽ മാധ്യമങ്ങളിൽ നിറയെ എണ്ണി വാർത്തകളായിരുന്നു. ഇപ്പോൾ എത്ര ലക്ഷക്കണക്കിന് കോവിഡ് ബാധിതർ രാജ്യത്തുണ്ട്? ഏതെങ്കിലും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഈ കോവിഡ് ടെസ്റ്റ് 100 പേരിൽ ഇന്ന് ചെയ്താൽ പകുതി ആളുകളിലും പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ HMPV വൈറസിന്റെ ടെസ്റ്റ് നടത്തിയാലും പലരിലും പോസിറ്റീവ് ആകാൻ ഇടയാണ്. പനിയും കഫക്കെട്ടും തൊണ്ടവേദനയുമൊക്കെ ചെറിയ രോഗലക്ഷണങ്ങളാണ്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ എടുത്ത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി ആ വൈറസിനെ നശിപ്പിക്കും. അതാണ് പനിയായി ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നത്. ചൈനയുടെ നോർത്ത് ഭാഗത്ത് വളരെ ചെറിയ തോതിലാണ് HMPV വൈറസ് ആളുകളിൽ കണ്ടെത്തിയത്. ഇതുമൂലമുള്ള മരണങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. മറ്റു പല കാരണങ്ങളാൽ മരിച്ചവരുടെ സാമ്പിളുകൾ പരിശോധിച്ച് HMPV വൈറസ് മൂലമുള്ള മരണമായി കണക്കാക്കിയതാണ് അവയിൽ മിക്കത്. എന്നാൽ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് എഴുതിപ്പിടിപ്പിക്കുന്നത്? ശ്മശാനങ്ങൾ നിറയുന്നു, രോഗികൾ പെരുകുന്നു, ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ ജനങ്ങൾ ആശങ്കയിലാകും. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ അവർക്ക് കിട്ടുന്ന വാർത്തകൾ കുറച്ചുകൂടി പെരുപ്പിച്ച് അവതരിപ്പിക്കുന്നു. അപ്പോൾ തന്നെ നവമാധ്യമങ്ങൾ ആ വാർത്തയിൽ അവരുടെ ഭാവനകൾ കൂടി ചേർത്ത് ഇല്ലാ കഥകളും അവതരിപ്പിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ സാമ്പത്തിക ലാഭമാണ് ലക്ഷ്യം. മാധ്യമങ്ങൾ പലപ്പോഴും വിവരങ്ങളെ വളച്ചൊടിക്കുന്ന സമീപനമാണ് പല രാജ്യങ്ങളിലും ഭരണാധികാരികൾ മാധ്യമ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. എന്നാൽ അവിടെ കൊണ്ടും ഈ പ്രവണത അവസാനിച്ചിട്ടില്ല. അത്തരം രാജ്യങ്ങളിൽ ഭരണകർത്താക്കളെ പ്രസാദിപ്പിക്കുന്ന തരത്തിൽ വിവരങ്ങളെ വളച്ചൊടിച്ച് പ്രസിദ്ധീകരിക്കുന്നു. HMPV വൈറസ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്തതിലും അധികം കേസുകൾ ജപ്പാനിലാണുള്ളത്. എന്നാൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ചൈനയെ ഉറവിടമായി ചിത്രീകരിച്ചാൽ വാർത്ത കൂടുതൽ ആളുകളെ ആകർഷിക്കുമെന്ന് മാധ്യമങ്ങൾക്കറിയാം. പിന്നെ മാധ്യമങ്ങൾ കാത്തിരുന്നത് ഇന്ത്യയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാനാണ്. ജനങ്ങളും ആശങ്കയോടെ അതിനായി കാത്തിരുന്നു. ഇന്ത്യയിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതാദ്യം പ്രസിദ്ധീകരിക്കുവാനുള്ള തത്രപ്പാടിലായിരുന്നു മാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ വരുന്ന എക്സാഗ്രേറ്റ് ചെയ്ത വാർത്തകൾ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. പൊടി അടിച്ചും ആളുകളിൽ നിന്ന് പകർന്നും തൊണ്ടവേദനയും പനിയും ഒക്കെ വരാതിരിക്കുവാൻ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ടും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടും പനിയോ തൊണ്ടവേദനയോ ഒക്കെ ഉണ്ടാകാം. HMPV വൈറസ് രാജ്യത്തിന്റെ ഏതോ കോണിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് വെച്ച് നമുക്ക് ആ രോഗമാണെന്ന് കരുതേണ്ട ആവശ്യമില്ല. അല്ല, ആ വൈറസ് ആണെങ്കിൽ പോലും സാധാരണ പ്രതിരോധ ശക്തി മതി ആ വൈറസിനെ ഇല്ലാതാക്കുവാൻ. ചെറിയ ഒരു കൊറോണ വൈറസിനെ വലുതാക്കി വൻകിട ആശുപത്രികൾ കോടികൾ വാരിയതുപോലെ ഇനിയും പുതിയ വൈറസിന്റെ പേരിൽ ഈ കച്ചവടം നടത്തുവാൻ നാം ജനങ്ങൾ അനുവദിക്കരുത്. മാധ്യമങ്ങളുടെ കെട്ടിച്ചമച്ച കഥകളും ആശുപത്രികളുടെ കച്ചവട സമീപനവും ആണ് ഈ വൈറസിനേക്കാൾ അപകടകാരികൾ. അതിനെ നാം പ്രതിരോധിച്ചാൽ ഈ വൈറസിനെ നമ്മുടെ ശരീരം പുറത്താക്കിക്കൊള്ളും.